സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 15, 1-2 വചനങ്ങൾ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയിലൂടെ നേരിട്ട് സ്വർഗീയ ജ്ഞാനം അഥവാ പരിജ്ഞാനം പ്രാപിച്ച ശലോമോൻ രാജാവ് എഴുതി നൽകിയ ജ്ഞാനോപദേശമാണ്. അതിൽ ചില സൂക്തങ്ങളാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. വളരെ പ്രാധാന്യമുള്ള, വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ നാം എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഗുണദോഷങ്ങൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ, ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഗ്രഹിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മുടെ വാക്കുകൾ മൂർച്ചയുള്ള കത്തി പോലെയാണ്, നമ്മുടെ വാക്കുകൾ തീ പോലെയാണ്. ഇത് നാം വളരെ ജാഗ്രതയോടെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ആ വാക്കുകൾ അഥവാ ആ ശബ്ദം കേൾക്കുന്നവരെ മുറിപ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ ഇടയാക്കും. എന്നാൽ ഇതേ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ ആശ്വാസത്തിന്, കേൾക്കുന്നവരുടെ സൗഖ്യത്തിന്, കേൾക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, കേൾക്കുന്നവരെ ബലപ്പെടുത്തുന്നതിന്, അവരെ മുന്നോട്ട് പോകുവാൻ ശക്തി പകരുന്നതിന് ഒക്കെ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച്, വളരെ ജ്ഞാനത്തോടെ, ദൈവകൃപയോടെ, ദൈവിക സഹായത്തോടെ, ദൈവിക ശക്തിയോടെ ഉപയോഗിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകത്തിലൂടെ നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ ചിലത് പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. സദൃശവാക്യങ്ങൾ 11-9 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. വഷളൻ അഥവാ വഷളായി പോയവൻ, ദുഷ്ടൻ അഥവാ പാപി എന്നൊക്കെ വിളിക്കാം. അവരാണ് വായ് കൊണ്ട് തൻ്റെ കൂട്ടുകാരനെ നശിപ്പിക്കുന്നത്. എന്നാൽ ഈ വാക്കിൻ്റെ വിപരീതപദം നീതിമാൻ എന്നാണ്. നീതിമാൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നേടുന്നു അഥവാ സമ്പാദിക്കുന്നു എന്ന് ഈ തിരുവചനത്തിൻ്റെ വിപരീതപദമായി നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതോ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നേടുന്നതോ, ഇത് ചിന്തിച്ച് നാം വാക്കുകളെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട് എന്നാണ്. തുടർന്ന് ജ്ഞാനികളുടെ നാവോ സുഖപ്രദമെന്നും കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഒരേ നാവ് കൊണ്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അത് ചിലരെ കുത്തും പോലെ മൂർച്ചയുള്ള വാളായി ഉപയോഗിച്ച് ചിലർക്ക് നാശം വരുത്തുമ്പോൾ, ജ്ഞാനികളായ ചിലരുടെ നാവിൻ്റെ ഉപയോഗം, വാക്കിൻ്റെ ഉപയോഗം മറ്റുള്ളവർക്ക് അഥവാ കേൾക്കുന്നവർക്ക് സുഖം പ്രദാനം ചെയ്യുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 15-4 ഇങ്ങനെ നാം കാണുന്നു: നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം.
അതേ പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് അത് ഫലപ്രദമായ ഒരു ലേഖകൻ്റെ കരങ്ങളിലിരിക്കുന്ന പേന പോലെയാണ്. അതുകൊണ്ട് നന്മയും തിന്മയും രചിക്കുവാൻ സാധിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് വചനം പറയുന്നു. അതെ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലെന്ന് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശക്തിയിലാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമുക്ക് സൂക്ഷിച്ചുപയോഗിക്കാം. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ